ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമാകുന്നു. പുതിയ IPL സീസണിന് കൊടിയേറാൻ ഇനി ഏതാനും ദിവസങ്ങളുടെ ദൂരം മാത്രം. ടീമുകൾ അവസാനഘട്ട ഒരുക്കത്തിൽ മുഴുകുമ്പോൾ കളത്തിന് പുറത്തും ചില സുപ്രധാന ചുവടുമാറ്റങ്ങൾക്കാണ് പോയ ദിനം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പ്രഥമ ചാമ്പ്യൻ രാജസ്ഥാൻ റോയൽസും പുതിയ ഓണർഷിപ്പിന് കീഴിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. ആദിത്യ ബിർള ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യം റെക്കോർഡ് തുകക്ക് RCBയെ സ്വന്തമാക്കിയപ്പോൾ US വ്യവസായി കൽസമാനിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് RRന്റെ പുതിയ ഉടമകൾ. ശനിയാഴ്ച ഇന്ത്യൻ പ്രീമിയർ ലീഗ് 19ാം പതിപ്പിന് ആദ്യ അംഗം കുറിക്കാനിരിക്കെ പ്രധാന ടീമുകൾക്ക് വെല്ലുവിളിയായി പരിക്ക് ഇതിനകം പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. മുൻനിര പേസർമാർ പലരും റൂൾഡ് ഔട്ടായപ്പോൾ ചില താരങ്ങളുടെ തിരിച്ചുവരവിന് സമയമെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മിനി ലേലത്തിന് പിന്നാലെ മാസങ്ങൾക്ക് മുമ്പ് ഓരോ ഫ്രാഞ്ചൈസിയും സെറ്റ് ചെയ്ത ടീം ഫോർമേഷൻ കൂടിയാണ് ഇതോടെ മാറി മറിയുന്നത്. ഇതിനു പുറമെ അവസാന നിമിഷം IPL നിന്ന് പിന്മാറുന്ന താരങ്ങൾ വേറെയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ ഫ്രാഞ്ചൈസിയും വിശ്വാസമർപ്പിക്കുന്ന ഒരു താരമുണ്ട്, ടീം ക്യാപ്റ്റൻ. ഓരോ ടീമിൻ്റെയും നായകന്മാരുടെ പെർഫോമൻസ് എങ്ങനെ പരിശോധിക്കാം. രജിത് പടിദാർ ഒരൊറ്റ സീസൺ കൊണ്ട് RCB ഇതിഹാസങ്ങളുടെ പട്ടികയിലേക്ക് കസാര വലിച്ചിട്ട മധ്യപ്രദേശുകാരൻ. കോഹ്ലി അടക്കമുള്ള സർവ്വപ്രതാപികൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ മോഹക്കപ്പാണ് 32കാരൻ്റെ ക്യാപ്റ്റൻസിയിൽ ബംഗളൂരു സ്വന്തമാക്കിയത്. കോഹ്ലിയുടെ സാന്നിധ്യത്തോടൊപ്പം പടിദാറിന്റെ ക്യാപ്റ്റൻസിയും ഈ സീസണിലും RCB പ്രതീക്ഷയോടെയാണ് കാണുന്നത്. IPLന് പിന്നാലെ ദുലീപ് ട്രോഫി സെൻട്രൽ സോൺ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട പടിദാർ അവിടെയും ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചിരുന്നു. എല്ലാ ഫോർമാറ്റിലും മധ്യപ്രദേശ് നായകനായും രംഗപ്രവേശനം ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര എളുപ്പമായിരുന്നില്ല ആ യാത്ര. ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പാഡണിഞ്ഞെങ്കിലും ഫോമിലെത്താനായില്ല. കാൽമുട്ടിനേറ്റ പരിക്കും ഇടയ്ക്ക് തിരിച്ചടിയായി. അടുത്തിടെ 7 T20 ഇന്നിംഗ്സുകളിൽ നിന്ന് 113 റൺസ് മാത്രമാണ് വലങ്കയൻ ബാറ്റർക്ക് സ്വന്തമാക്കാനായത്. എന്നാൽ IPLിലൂടെ ശക്തമായ കംബാക്കിനാണ് പടിദാർ ഒരുങ്ങുന്നത്. സ്പിൻ ബോളർമാരെ മികച്ച രീതിയിൽ കളിക്കുന്ന RCB നായകന്റെ ഫോം മധ്യ ഓവറുകളിൽ ടീം ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യുന്നതിൽ പ്രധാനമാണ്. ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ്. പോയ സീസണിൽ പഞ്ചാബ് സർവ്വം ശ്രേയസ്മയമായിരുന്നു. നിർണായക ഇന്നിംഗ്സുകളുമായി ടീമിന്റെ വിജയശില്പിയായി മാറുന്നതോടൊപ്പം ക്യാപ്റ്റൻസിലും ശ്രേയസ് സ്വന്തം പേരെഴുതി ചേർക്കുന്നതാണ് ആരാധകർ കണ്ടത്. പോയ പതിപ്പിൽ 17 മത്സരങ്ങളിൽ നിന്നായി 650 അടക്കം 50 ബാറ്റിംഗ് ശരാശരിയിൽ 604 റൺസാണ് ശ്രേയസ് നേടിയത്. ഒരു പതിറ്റാണ്ടിന് ശേഷം പഞ്ചാബിനെ IPL ഫൈനലിലേക്ക് എത്തിച്ച നായകനായ ശ്രേയസ് ഇത്തവണ കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ഒക്ടോബറിൽ ആസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ പരിക്കേറ്റ താരം ദീർഘകാലം കളത്തിന് പുറത്തായിരുന്നു. T20 ലോകകപ്പിന് മുമ്പായി നടന്ന ന്യൂസിലാൻഡ് T20 സീരീസ് ടീമിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും പ്ലേയിങ് ഇലവനിലേക്ക് താരത്തെ പരിഗണിച്ചിരുന്നില്ല. മറ്റൊരു IPLിൽ ശ്രേയസ് വീണ്ടും കത്തിക്കയറിയാൽ പഞ്ചാബിന്റെ കന്നി കിരീടമെന്ന സ്വപ്നത്തിന് ചിറക് മുളയ്ക്കും. നിലവിൽ ലോക ക്രിക്കറ്റിലെ മികച്ച T20 ഓൾറൗണ്ടർ എന്ന പേരിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഹാർദിക് പാണ്ഡ്യ. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. മുംബൈ ഇന്ത്യൻസിനോടൊപ്പവും പാണ്ഡ്യ ഇതേ ഓൾറൗണ്ട് പ്രകടനം തുടരാനായാൽ 6ാം കിരീടം എന്ന ലക്ഷ്യം അകലെയാവില്ല. രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഒഴിഞ്ഞ ശേഷം ഒരു കിരീടം മുംബൈയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം പ്ലേ ഓഫിൽ എത്തിയതാണ് പാണ്ഡ്യയ്ക്ക് കീഴിലെ ടീമിന്റെ പ്രധാന നേട്ടം. ഇത്തവണ വ്യക്തിഗത മികവിനൊപ്പം ക്യാപ്റ്റൻസിയിലും പേര് പതിപ്പിക്കേണ്ടത് പാണ്ഡ്യയ്ക്ക് ഏറെ നിർണായകമാണ്. സൂര്യകുമാറിനെ ക്യാപ്റ്റൻ ആക്കണമെന്ന ആവശ്യം ഇതിനോടകം പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു. T20യിൽ മെല്ലെപ്പോക്കിന്റെ പേരിൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ശുഭ്മൻ ഗില്ലിനും ഈ IPL ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ IPLന് ശേഷം ഇതുവരെയായി 15 T20 മത്സരങ്ങളിലാണ് ഗിൽ കളത്തിലിറങ്ങിയത്. 24 ബാറ്റിംഗ് ശരാശരിയിൽ നേടാനായത് 291 റൺസ് മാത്രം. ഇതോടെ ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിൽ നിന്നും സ്ഥാനം നഷ്ടമായി. ഗുജറാത്ത് ടൈറ്റൻസിനായി ക്യാപ്റ്റനും ഓപ്പണറുമായി ഇറങ്ങുമ്പോൾ ഗിൽ ബാറ്റിംഗ് ശൈലി മാറ്റുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അഹമ്മദാബാദിലെ പരിചിതമായ പിച്ചിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് തിരിച്ചുവരവിനാണ് ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് നായകൻ ഒരുങ്ങുന്നത്. ഇതോടൊപ്പം ഗുജറാത്തിനായി 2ാം കിരീടമെന്ന ലക്ഷ്യവും. IPL കന്നി കിരീടമെന്ന പതിറ്റാണ്ടിന്റെ സ്വപ്നവും പേറിയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ അക്സർ പട്ടേലിന് കീഴിൽ ഇറങ്ങുന്നത്. സമീപകാലത്ത് ഇന്ത്യയുടെ T20 വിജയങ്ങളിൽ നിർണായക റോൾ വഹിക്കുന്ന അക്സറിന് പക്ഷേ ക്യാപ്റ്റൻസിയിൽ മികവ് പുലർത്താനായിട്ടില്ല. പോയ സീസണിൽ പ്ലേ ഓഫിന് അരികെ വീഴുന്ന ഡൽഹിയെയാണ് നമ്മൾ കണ്ടത്. സീസൺ ആദ്യം തുടരെ 4 വിജയങ്ങളുമായി ടോപ്പ് ഗിയറിൽ കുതിച്ച ഡൽഹി പിന്നീട് പഴയ ഡൽഹിയായി മാറുകയായിരുന്നു. പോയ IPLന് ശേഷം ഇതുവരെ 23 ഇന്നിംഗ്സുകളിൽ നിന്ന് 167 റൺസ് നേടിയ 32കാരൻ 26 വിക്കറ്റുകളും പിടിതെടുത്തു. പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും ഉപയോഗിക്കാവുന്ന മികച്ചൊരു സ്പിൻ ഓപ്ഷനാണ് ഡൽഹിയെ സംബന്ധിച്ച് അക്സർ പട്ടേൽ. ഇഷാൻ കിഷന് കീഴിലിറങ്ങാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ്. പാറ്റ് കമ്മിൻസിന്റെ തിരിച്ചുവരവ് വൈകിയതോടെയാണ് ഹൈദരാബാദ് ക്യാപ്റ്റൻ റോളിലേക്ക് കിഷന് നറുക്കു വീഴുന്നത്. കഴിഞ്ഞ വർഷം ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ നയിച്ച കിഷൻ ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ T20 ടീമിലേക്ക് മടങ്ങിയെത്തിയത്. നിലവിൽ മികച്ച ഫോമിലാണ് താരം. SRHന്റെ ക്യാപ്റ്റൻസിയിലും കിഷൻ അത്ഭുതം കൊണ്ടുവരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഋഷഭ് പന്തിൽ വീണ്ടും വിശ്വാസമർപ്പിച്ച് ലക്നൗ. അജിങ്ക്യ രഹാനയുടെ എക്സ്പീരിയൻസിൽ കളനിറയാൻ കൊൽക്കത്ത. പോയ സീസണിൽ തിരിച്ചടി നേരിട്ട ഇരു ഫ്രാഞ്ചൈസിയും തലമാറ്റാതെയുള്ള അഴിച്ചുപണിക്കാണ് മിനി ലേലത്തിൽ തയ്യാറായത്. IPL റെക്കോർഡ് തുകക്ക് സൂപ്പർ ജയൻസിനൊപ്പം ചേർന്ന പന്ത് പോയ IPL പതിപ്പിൽ നനഞ്ഞ പടക്കമാകുന്നതാണ് നമ്മൾ കണ്ടത്. 14 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 269 റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. നിലവിൽ ദേശീയ ടീമിലേക്ക് മടങ്ങി വരാൻ കഠിനാധ്വാനം ചെയ്യുന്ന പന്തിന്
വരാനിരിക്കുന്ന IPL ഫോമിലേക്ക് ഉയരേണ്ടത് പ്രധാനമാണ്. ഒരുപക്ഷെ ഫ്രാഞ്ചൈസി ലീഗിൽ അജിങ്ക്യ രഹാനെക്ക് ലഭിക്കാവുന്ന അവസാന അവസരമാകും ഇത്. മിനി ലേലത്തിൽ വലിയ ഡീലുകൾ നടത്തി കരുത്തുറ്റ ടീമുമായാണ് ഇത്തവണ KKRന്റെ വരവ്. കഴിഞ്ഞ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ 161 സ്ട്രൈക്ക് റേറ്റിൽ 391 റൺസുമായി മികച്ച പ്രകടനമാണ് രഹാനെ നടത്തിയത്. ക്യാപ്റ്റൻ റോളിലേക്ക് 37-കാരന് ഒരു അവസരം കൂടി നൽകാൻ ഫ്രാഞ്ചൈസിയെ പ്രേരിപ്പിച്ചതും ഈ പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ ഡിസംബറിന് ശേഷം ഒരു T20യിൽ രഹാനെ കളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നത് ആശങ്കയായി നിലനിൽക്കുന്നു. ക്യാപ്റ്റൻസിലും വെറ്ററൻ താരത്തിന് ഈ സീസണിൽ പ്രൂവ് ചെയ്യാൻ ഏറെയുണ്ട്. സഞ്ജുവിന്റെ പിൻഗാമിയായി നായകസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ റയാൻ പരാഗിനും വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞൊരു IPL സീസണാണ്. RRന്റെ ദീർഘകാല പ്രൊജക്ടിന്റെ ഭാഗമായ 24-കാരൻ നായകസ്ഥാനത്തേക്ക് എത്തുന്നതിൽ ആരാധകർക്ക് ഒട്ടും അത്ഭുതമില്ല. എന്നാൽ അടുത്തിടെ മുസ്താഖ് അലി ട്രോഫിയിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ പരാഗിനായിരുന്നില്ല. നമീബിയക്കെതിരെ ഇന്ത്യ A-ക്കായി നടത്തിയ 39 പന്തിൽ 69 റൺസ് പ്രകടനം മാത്രമാണ് എടുത്തു പറയാനുള്ളത്. പോയ സീസണിൽ ക്യാപ്റ്റൻസിയിൽ അമ്പേ പരാജയമായ പരാഗിന് തിരിച്ചുവരവുണ്ടാകുമോ എന്ന് കണ്ടറിയണം. ധോണിയുടെ നിഴലിൽ നിന്ന് പുറത്തു കടക്കാൻ ഋതുരാജ് ഗെയ്ക്വാഡിനാവുമോ? ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഗെയ്ക്വാഡിന് മുന്നിലുള്ളത് മികച്ചൊരു സ്ക്വാഡാണ്. കൃത്യമായി യൂസ് ചെയ്യാനായാൽ 6ാം കിരീടം എന്ന സ്വപ്നത്തിലേക്ക് ടീമിന് മുന്നേറാനാവും. പോയ സീസണിൽ പരിക്ക് കാരണം പാതി വഴിയിൽ കളം വിട്ട 29-കാരൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനവുമായാണ് വീണ്ടും ചെപ്പോക്കിലേക്ക് എത്തുന്നത്. ധോണിക്ക് ശേഷം ഒരു കിരീടം അത് ഗെയ്ക്വാഡിന്റെ കരങ്ങളിൽ എത്തുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ സീസൺ നൽകും. എക്സ്പീരിയൻസും യൂത്തും നിറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റന്മാർ, ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടവർ മുതൽ ദേശീയ ടീമിലെ സുപ്രധാന താരങ്ങൾ വരെ 2 മാസം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾക്ക് ശേഷം ആ വലിയ കടമ്പ കടന്ന് 6 കിരീടമുയർത്തും. ഹെവി വെയ്റ്റ് പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം.